ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ കറിയാണ്. ഇപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കറി തയ്യാറാക്കിയെടുക്കാം. ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് ഞാനൊരു 200 ഗ്രാം സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കുക. സോയാബീൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ഒഴികെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുക. തക്കാളി നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തക്കാളി നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിൽ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല തക്കാളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് അതൊരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ ചിക്കൻ മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സോയാബീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. സോയാബീൻ അരമണിക്കൂർ മുമ്പേ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. പച്ചവെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഒരു അര വേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അധികം വേവ് വേണ്ടതിന് അപ്പോൾ നമ്മൾ സോയാബീൻ ഇട്ടതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. സോയാബീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. സോയാബീൻ കറിയിൽ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫൈനലി നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സോയാബീൻ കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.